മമ പാപവിനാശകനെ നമോ പാരിടം തന്നിൽ വന്നു നരകണരക്ഷ ചെയ്ത പാരിടം തന്നിൽ വന്നു നരകണരക്ഷ ചെയ്ത മേരി സുതനെ നിത്യ നമോ 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 ശ്രീ യേശു നായകനെ നമോ മമ പാപവിനാശകനെ നമോ നമോ ശ്രീ യേശു നായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ യേശു നായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ ശ്രീ യേശു നായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ വന്നു നരകണരക്ഷ ചെയ്ത പാരിടം നിത്യ നമോ നമോ ശ്രീ യേശു നായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ ശ്രീ യേശു നായകനെ നമോ നമോ മമ വിനാശകനെ നമോ നമോ ശ്രീ യേശു നായകനെ നമോ നമോ മമ ശ്രീ യേശു നായകനെ നമോ നമോ മമ പാപവിനാശകനെ നമോ നമോ ഇവിടെ വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ വാക്യശകലങ്ങളാണ്. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തി. മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ലത് കയ്പുള്ളതായിരുന്നപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്ത് വെട്ടി വെള്ളത്തിലിട്ട് വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം വാക്യത്തിൽ പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയുണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനരികെ പാളയമടങ്ങി. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണവേളയിൽ പ്രാരംഭ സമയങ്ങളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഈ ഖണ്ഡികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ പുറപ്പാട് മിസ്രയീം എന്നുള്ള പുറപ്പാട്. ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. ഗോശേൻ ദേശം ഇവർക്ക് അവകാശമായി കൊടുത്തു. ഈ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അന്നവർ എണ്ണത്തിൽ ചുരുക്കമായിരുന്നെന്ന. എന്നാൽ ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു.
ഏതാണ്ട് പുറപ്പാടിന്റെ സമയമായപ്പോൾ കാലാള് തന്നെ 6 ലക്ഷം, പിന്നെ സ്ത്രീകളും കുട്ടികളും വലിയ സമൂഹം. ഇങ്ങനെ ദൈവം ഇവരെ മിസ്രയീമിൽ വർദ്ധിപ്പിച്ചു. നമുക്കറിയാം, പുറപ്പാട് 1-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രയീമിൽ എഴുന്നേറ്റു. അന്ന് മുതലാണ് പ്രശ്നം. ജനത്തോട് വളരെ കാഠിന്യമായിട്ട് ഇടപെട്ടു. അത് അങ്ങനെ ഇടപെടാൻ കാരണം അവരെ ജനത്തെ നോക്കി, ഇസ്രായേൽ മക്കളെ നോക്കിയപ്പോൾ, അവിടെ വേറെ പുസ്തകം പഠിച്ചാൽ ഇങ്ങനെ കാണും, ഇസ്രായേൽ മക്കളെ നോക്കിയപ്പോൾ അഭിപ്രായം പറഞ്ഞത് പുരുഷന്മാരെല്ലാം നല്ല ആരോഗ്യമുള്ളവര്. സ്ത്രീകളെ പറ്റി പറയുന്നൊരു സാക്ഷ്യമുണ്ട്, അവരെല്ലാം നല്ല തിറമുള്ളവർ. അപ്പോൾ പുരുഷന്മാർ ആരോഗ്യം, ബലത്തിന്റെ കാര്യമല്ല, ആത്മീയ പാഠം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യം. സ്തോത്രം. എനിക്ക് കോർഡ്ലെസ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ? ഒത്തിരി അങ്ങ് പോകുകയല്ല. സാധാരണ ഉപദേശിമാര് എല്ലാരെയും മുന്നോട്ട് കയറ്റിയിരുത്തുക, നിങ്ങൾ ഇന്ന് പുറകോട്ടിരിക്കും. സാധാരണ മുന്നോട്ട് കയറിയിരിക്കാനാ പറഞ്ഞത്. മോനിക്ക് വാ, എഴുന്നേൽക്കാം. അവിടെ നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് പുറകോട്ട്. സിസ്റ്റർ അവിടെ ഇരുന്നോണം, വാക്യം വായിക്കേണ്ടത് കൊണ്ട്. മക്കൾ ഇങ്ങോട്ട് വേണം തിരിഞ്ഞിരുന്നു. ഇന്നത്തേക്ക് ചാരി ഇരുന്നു, ക്ഷീണം വല്ലതും ഉണ്ടേ പോട്ടെ. അപ്പോൾ പുരുഷന്മാരെ പറ്റി പറയുന്നത് അവരെല്ലാം നല്ല ബാഹുല്യവും ശക്തിയുമുള്ളവർ. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് വായിച്ച 1-ാം അധ്യായത്തിന്റെ 8 മുതൽ. മൈക്ക് കൂടെ വായിക്കേ. ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. ഇടയ്ക്ക് നെറുക പൊരിയുന്നുണ്ടോ? ചുമ വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ള. അപ്പൊ പുരുഷന്മാരെ പറ്റി പറയുന്നത് നല്ല ആരോഗ്യമാണ്, ശക്തിയാ, നല്ല ആരോഗ്യമാണ്. ചതഞ്ഞെന്നും പറഞ്ഞൊന്നും അല്ലിരിക്കുന്നത്, നല്ല ആരോഗ്യമാണ്. സാധാരണ നമ്മുടെ ഇടയിൽ ആരോഗ്യമുണ്ടെന്ന് തെളിയുന്നത് കമ്മിറ്റി കൂടുമ്പോഴാണ്. സ്തോത്രം. എന്നാൽ അങ്ങനല്ല ആരോഗ്യം തെളിയിക്കേണ്ടത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടോ? തീത്തോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. തീത്തോസ് 2:1-2 അറിവുള്ള വാക്യമെങ്കിലും ചേർത്തൊന്ന് വായിച്ചു. മോൻ തീത്തോസാണോ തപ്പുന്നേ? നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധം. അടുത്തത് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. ഇതാണ് നമ്മുടെ ആരോഗ്യം. സഹോദരന്മാരെല്ലാം വിശ്വാസത്തിൽ ആരോഗ്യം വേണം. സ്തോത്രം, സ്തോത്രം. ഇത് വിശ്വാസത്തിൽ വലിയ ആരോഗ്യമില്ലെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, ഞങ്ങളുടെ ഉദ്ദേശം പണ്ട് പറഞ്ഞ പോലെ എന്തിനും ഏതിനും തയ്യാറവിടെ. ഇത് വിശ്വാസത്തിൽ ആരോഗ്യം വേണം. ഒരു പ്രതിസന്ധി വന്നു, ഒരു രോഗമുണ്ടായി, വിശ്വാസത്തിൽ ആരോഗ്യം വരണം. ഇത് കാണുമ്പം പേടിച്ച് അയ്യോ ഒന്നും നിലവിളിക്കുകയല്ല. വിശ്വാസത്തിൽ ആരോഗ്യത്തിന് യേശു സൗഖ്യമാക്കും, യേശു പിടിവിക്കും. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗം മരണത്തിന് ഏൽപ്പിക്കാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. എടുക്കരുത്, സഹിഷ്ണുത വേണം, സഹിഷ്ണുതയോടിരിക്കണം. യോബിന്റെ സഹിഷ്ണുത നമ്മൾ, നിങ്ങൾ എന്തേലും ഒന്ന് പറ, വരുത്തിയ അവസാനം കാണാൻ നോക്കിയിരിക്കുക. യോബിന്റെ സഹിഷ്ണുത നമുക്ക് ദൃഷ്ടാന്തമാണ്. എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടാ പോയത്. ശരീരമെല്ലാം രോഗത്താൽ പിടിക്കപ്പെട്ടു, 10 മക്കൾ ചത്തുപോയി, ഉണ്ടായിരുന്ന വീട് തകർന്ന് അത് മണ്ട വീണ കൊച്ചുങ്ങൾ ചത്തത്.
ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസഖ്യമായ വേദന, വല്ലാത്ത ചൊറിച്ചിൽ, ചാരത്തിൽ പോയിരുന്നു, ഓട്ടുകഷണം എടുത്ത് ചുരണ്ടിയും ചൊറിഞ്ഞും ഇരിക്കുന്നു. സ്നേഹിതന്മാർ ദ്വേഷിച്ചു, അയൽക്കാർക്കെല്ലാം നിന്നതിനായി, വഴിയെ പോയവൻ പരിഹസിച്ചു, ആ തെറ്റി ഒഴിഞ്ഞു പോയ 3 പേര് അവരും പ്രശ്നമായി. എന്തെല്ലാം വൈതരണികളാണ്. എൻ്റെ ഭാഷയാ. ഒടുവിൽ അമ്മാമ്മയും കാലുവാരി പുള്ളിക്കാരി പറഞ്ഞു, ഇനി അങ്ങ് ചാക. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങൾക്കെല്ലാം മനപ്പാടമാ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പുസ്തകത്തിൽ വായിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. ദാവീദ് പാടി, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അവിടുത്തെ കാത്തിരിക്കുന്ന ആരും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുകയല്ല. അപ്പോൾ ദൈവമക്കൾ, സഹോദരന്മാർ, വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. സഹോദരിമാരെ പറ്റി സൂതികർമ്മണികളാകുന്ന 2 സ്ത്രീകൾ പറയുന്ന സാക്ഷ്യമുണ്ട്, സിപ്രായും പൂവായും. അവർ പറയുകയാണ്, എബ്രായ സ്ത്രീകളും ഇസ്രായേൽ സ്ത്രീകളെ പോലല്ല, അവർ നല്ല തറമുള്ള സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾ തറമുള്ളതും പുരുഷന്മാർ ആരോഗ്യമുള്ളവർ, അവരിൽ കൂടി ഉത്ഭവിക്കുന്ന ജനം അതിലും കരുത്തന്മാരാണ്. ഇത് ഫറവോൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, സൂത്രത്തിൽ ഇവരെയെല്ലാം നമുക്ക് തകർക്കണം. അതിനെന്താ പോംവഴി? ഇഷ്ടികയുടെ എണ്ണം കൂട്ടി, വൈക്കോല് കൊടുക്കാതാക്കി, ഊഴിയ വിചാരകന്മാരെയാക്കി, പ്രശ്നങ്ങൾ കലുഷിതമാക്കി, അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ച്, അവിടെ ഒരു പദമുണ്ട്, ജീവനെ കൈപ്പാക്കി. ഒടുവിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഇവരെ ഉദ്ധരിക്കുവാൻ പദ്ധതി ഇട്ടു. ഉദ്ധാരകനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശയെ ദൈവം വിളിച്ചു. മുൾപ്പടർപ്പിന്റെ ആ സന്ദർഭത്തിൽ ആ ഭാഗം പഠിക്കും, പുറപ്പാട് 3 പഠിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ മോശയെ ദൈവം തിരഞ്ഞെടുത്തു. മീഖാപ്രവചനം കൂടെ ചേർത്ത് പഠിച്ചാൽ അഹരോനെയും മിറിയാമിനെയും കൂട്ടിന് വിട്ടെന്ന. അങ്ങനെ മിസ്രയീമിയ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശ ഫറവോനെ മുഖം കാണിച്ചു, വിട്ടുതരണം. ഫറവോൻ ധാരാളം പ്രയോഗിച്ചു, അതൊന്നും വിജയപ്രദമായില്ല. ബാധകൾ ഓരോന്ന് ദൈവം അയപ്പിച്ചു. ഓരോ ബാധ വരുമ്പോൾ ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെയും ഫറവോന്റെ ഹൃദയം കഠിനമാകും. ഒടുവിൽ ദൈവം സംഹാരബാധ അയക്കുവാൻ പദ്ധതി കിട്ടു. ആ സംഹാര ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രമാണം വെച്ചിട്ട് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിക്കണം. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ വീടൊന്നിന് ഒരാട്ടുംകുട്ടി എന്ന സാധാരണ കണക്ക് പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന കുടുംബത്തിന്റെ കണക്കനുസരിച്ച. അങ്ങനെ ചോരത്തിൽ ആചരിച്ചു. മിസ്രയീമിലെ റംസേസിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഇവർ പുറപ്പെടുവിച്ച് യാത്ര ചെയ്ത് ചെങ്കടൽ വന്ന് നിൽക്കുന്നു. മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പിറകെ വലിയ ശബ്ദം. ഇസ്രായേല് തലപൊക്കി നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്നു. സെലക്റ്റഡ് ആയിട്ടുള്ള 600 ഇരുമ്പ് രഥങ്ങളും പിന്നെ അസംഖ്യ കുതിരകളും തേരും തേരാളികളുമായിട്ട് ഫറവോൻ പിന്നാലെ വരുന്നു. ഈ കാഴ്ച കണ്ട ഇസ്രായേല് ഭയപ്പെട്ട് അവർ ദൈവത്തോട് നിലവിളിക്കുക, പിറുപിറുത്തു. അപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് മുൻപോട്ട് നീട്ടുക, ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ. മോശയോട് ദൈവം പറഞ്ഞു, വടിയെടുത്ത് ചെങ്കടലിൽ നീട്ട്. മോശ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടി. മിക്കപ്പോഴും പറയാനുണ്ട്, സാധാരണ ഈ വിശ്വാസവും പ്രത്യാശയും കാഴ്ചപ്പാടും ഇല്ലാത്ത ആള് വേണേ അഭിപ്രായം പറയും. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഈ വല്യപ്പൻ ഉണക്കക്കമ്പം പിടിച്ചു നിന്ന ഈ ചെങ്കട് വല്ലോ മാറുമോ? ന്യായമായ ചിന്തയുണ്ടാകും. ഫറവോൻ പുറകെ വരുന്നു. ചെങ്കടൽ വായും പിളർന്നു നിൽക്കുന്നു വിഴുങ്ങാൻ. 2 വശവും പർവ്വതം, വേറൊരു മാർഗവുമില്ല. എങ്ങനെയും രക്ഷപ്പെടാനുള്ള പഴുത് നോക്കാതെ ഇങ്ങേര് കണ്ണുമടച്ച് വടിയും പിടിച്ച് കമ്പും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഇതേ ദർശിക്കൂ. എന്നാൽ ആത്മക്കണ്ണ് തെളിഞ്ഞവർക്കൊരു കാര്യം കാണാം. യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ ദർശിച്ച ആ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ മോശ ഒരു ഉണക്കക്കമ്പെടുത്ത് അങ്ങനെ ചിന്തിച്ചു ചെങ്കടൽ നീട്ടിയപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുക, മോശയുടെ അവനും വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളായിരിക്കും കൈപൊക്കി പ്രാർത്ഥിക്കാൻ. പക്ഷേ നീ വിശ്വസ്തയോടെ കൈപൊക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്.
പ്രൈസ് ദ ലോർഡ്. ദേശത്ത് ചിലപ്പോൾ രണ്ടുപേരെ ഉള്ളായിരിക്കും പ്രാർത്ഥിക്കാൻ, മതി. ആ രണ്ടുപേർ വിശ്വസ്തയോടെ പ്രാർത്ഥനയിൽ പോരാടിയാൽ അവരുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വരും. മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. ദൈവം രാത്രി കാറ്റടിപ്പിച്ചു. ആ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ ഉണക്കി തുവർനിലമാക്കി ദൈവം ഇവരെല്ലാം മറുകര കയറ്റി. അതെ, അങ്ങനെ മറുകര കയറിയ ദൈവമക്കൾ പിറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന ഒരെണ്ണത്തിനെ കാണാനില്ല. ഈ കാഴ്ച കണ്ട് അവര് അടങ്ങി നിന്നില്ല. അവര് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ശത്രു സൈന്യത്തെ ദൈവം ചെങ്കടലിൽ മുക്കിക്കൊന്നു. ജനം മറുകര കയറി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ സഹോദരന്മാർ മോശയുടെ നേതൃത്വത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. 19-ാമത്തെ വാക്യം വരുമ്പോൾ സഹോദരിമാരുടെ നേതൃത്വത്തിൽ പാട്ട് തുടങ്ങി. 19 വാക്യ 20, 21 വാക്യത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹരോന്റെ സഹോദരി വായിച്ചേ. അല്ലല്ല, 19-ാം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. ആ ആ ആ ആ അത് 20-ാം വാക്യമാണോ? ആ വായിച്ചേ. അഹരോന്റെ സഹോദരി മിറിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. ആ ആ ആ ആ ചെങ്കടൽ കടന്ന മിറിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോ. ചെങ്കടൽ കടന്ന മിറിയാം തൻ കയ്യിൽ തപ്പെടു ചങ്ങല പൊട്ടിച്ചെറി ഞാൽ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറി ഞാൻ നിന്നെ ഓ സത്യത്തിലും സ്തുതിക്കും, ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലോ സത്യത്തിലും ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീത. ഓ ആരാധനയ്ക്കു യോഗ്യനേ. അപ്പൊ ശ്രദ്ധിക്കുക, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി. 20, 21 വാക്യത്തിൽ സഹോദരിമാർ പാട്ടുപാടി ചേർന്ന് ഒന്നിച്ച് പാടി ഇവർ ദൈവത്തെ ആരാധിച്ചു. എത്ര നേരം പാടിയെന്നോ എത്ര പാട്ട് പാടിയെന്നോ അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ ചിന്ത, ഏറെ പാട്ട് പാടിക്കാണും, നിരവധി സമയം പാടിക്കാണും. കാരണം ചെറിയ കാര്യമല്ല ദൈവം ചെയ്തിരിക്കുന്നത്, യഹോവ വൻകാര്യം ചെയ്തിരിക്കുക. ദൈവം ഇതിൽ പാടാനുള്ള കാരണം മറ്റൊന്നുമല്ല. ചിലര് പാടുകയാണ്, ഞാൻ പാടുകയല്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് സഭ. ഇന്ന് ആരാ പാടി? ജോയ്ക്കുട്ടി. ജോയ്ക്കുട്ടി പാടുന്നതിന് ഞാൻ പാടുകയല്ല. ചിലർ പ്രാർത്ഥിച്ചാൽ ചിലർ ചേർന്ന് പ്രാർത്ഥിക്കുകയല്ല. അതിന് ചിലർ തമ്പയർ അടിച്ചാൽ പറയാം. ആരാ തമ്പയർ അടിക്കുന്നത്? അത് ബാവുക്കുട്ടിയാ. ബാവുക്കുട്ടി തമ്പയർ അടിച്ചാ ഞാൻ ഇത് ബാവുക്കുട്ടിക്ക് വേണ്ടി അല്ല തമ്പയർ അടിക്കുന്നേ, ജോയിക്കുട്ടിക്ക് വേണ്ടി അല്ല പാടുന്നേ, യഹോവയ്ക്കാ പാട്ട് പാടുന്നേ. 13-ാം സങ്കീർത്തനം 6-ാം വാക്യം പാടാൻ കാരണം എന്നാ? വായിച്ചേ. 13-ാം സങ്കീർത്തനം 6-ാം വാക്യം അറിവുള്ള വാക്യമാ. പറഞ്ഞു, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഒരു ദൈവവേദയിൽ പാടുന്നത് പാസ്റ്ററെ പ്രസാദിക്കാനോ സെക്രട്ടറിയെ പ്രസാദിപ്പിക്കാനോ കമ്മിറ്റിയെ പ്രസാദിപ്പിക്കാനോ സെൻട്രൽ പാസ്റ്ററെ പ്രസാദിപ്പിക്കാനോ വന്നവരെ പ്രസാദിപ്പിക്കാനല്ല. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ദൈവം ആയുസ് നൽകി, ആരോഗ്യം നൽകി. ഇന്ന് രാത്രിയും ആയുസോടെ ആരോഗ്യത്തോടെ ഈ യോഗത്തിൽ ഇരിപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അപ്പം നിരവധി അനവധി പാട്ട് പാടി ഇവർ ആത്മാവിൽ ബലപ്പെട്ടു.
എത്ര പാട്ട് പാടിയെന്നോ എത്ര നേരം പാടിയെന്നോ അവിടെ ഒന്നും എഴുതിയിട്ടില്ല. നിരവധി പാട്ട് പാടി, ഏറെ നേരം പാടി. കാരണം ചെറിയ കാര്യമാണോ ദൈവം ചെയ്തേ? ആന്നോ? അല്ല, വൻകാര്യമാ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ പ്രാണന് വേണ്ടി ചെയ്തതാ. കോവിഡിന്റെ സമയത്ത് നമ്മുടെ കൂടെ ഉള്ള പലരും കടന്നുപോയി. അവർ മഹാഭാവിയായിട്ട് പോയതല്ല, ദൈവം അവരെ ചേർത്തു. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവര് പോയി. നമ്മൾ കൂടി വന്ന എത്ര കിലോ ഉണ്ട്? 70 ഉണ്ടോ? 68. എത്ര കിലോ ഉണ്ട് ഉദ്ദേശം? അടുത്ത കാലത്ത് തൂക്കിയില്ലെങ്കിൽ ഏറെക്കുറെ ഒരു 75 ഉണ്ടോ? നമ്മളെക്കാൾ കിലോഗ്രാം കൂടുതലുള്ളവർ കടന്നുപോയി. നമ്മളെക്കാൾ വലിയ കുടുംബത്തിൽ ജനിച്ചവര് കടന്നുപോയി. പാശ്ചാത്യ നാട്ടിൽ പാർത്ത അനേകര് കടന്നുപോയി. ഈ പോയവരെല്ലാം മഹാഭാവിയാണെന്നല്ല ഈ പറഞ്ഞത്. അവരെല്ലാം നമുക്ക് മുമ്പേ പോയി. പക്ഷേ ഇന്ന് രാത്രിയിലും ആയുസ് എന്ന് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. നമുക്ക് കാട്ടില്ലാഞ്ഞിട്ടാണോ അറ്റാക്ക് വരാഞ്ഞേ? അല്ല, ഇരിപ്പ് കണ്ടാൽ എനിക്ക് കാട്ടും ചങ്കുമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വലിയ ഇരിക്കുന്നേ. നമുക്കും ഉണ്ടൊരു ഹാർട്ട്, ബ്രെയിനും ഉണ്ട് നമുക്ക്. ദൈവം തന്ന അവയവങ്ങളെല്ലാം, ആന്തരിക അവയവങ്ങളും ബാഹ്യ എല്ലാം ഉണ്ട്. പക്ഷെ കേട് കൂടാതെ, വലിയ പാട് കൂടാതെ, വലിയ ദോഷം കൂടാതെ ഇതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, ഓമനിച്ചല്ലോ, വൈരികിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നല്ലവനല്ലോ ദയായെന്നു കൈയടിച്ചേ. ഞാൻ ഉന്നതന് ചേർന്ന് കൈയടിച്ചാട്ടെ. എന്നും പ്രബോധമുണ്ടല്ലോ, ഞാൻ ഉന്നതനൽ. ഓ ദൈവത്തിനു സ്തോത്രം ചെയ്തിടും, അവൻ നല്ലവനല്ലോ ദയായെന്നുമുള്ള. ഓ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുമ്പ ആടിടാമല്ലോ, താൻ നല്ലവനല്ലോ ദയാ. ഗ്ലോറി. താൻ നല്ലവനല്ലോ സ്തുതിയെന്നു, താൻ ഉന്നതനല്ലോ കൃപ, താൻ സന്നിധിയിലെന്നും പ്രമുണ്ടല്ലോ, താൻ ഉന്നതനൻ നീതിയിലെന്നും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അപ്പൊ അനവധി പാട്ട് പാടി, ഏറെ സമയം പാടി ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരാം. 22-ാം വാക്യം. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അനന്തരം, നമ്മുടെ കുറുവാക്യത്തിൽ അനന്തരം എന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ, അനന്തരം എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് ശേഷം. ഒറ്റ വാക്ക് പറഞ്ഞാൽ പാട്ട് പാടി ബലപ്പെട്ടതിന് ശേഷം. ഒന്നുകൂടെ അങ്ങനെ അയവറക്കി ചിന്തിച്ചാൽ, അനവധി പാട്ട് പാടി അല്ലെങ്കിൽ നിരവധി പാട്ട് പാടി, ഏറെ പാട്ട് പാടി, ഏറെ സമയം പാടി ബലപ്പെട്ടതിന് ശേഷം. അതാണ് അനന്തരം. അപ്പൊ ഈ പാട്ട് പാടി, നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷയിൽ പറഞ്ഞ പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് ബലപ്പെട്ടതിന് ശേഷം. അങ്ങനെ ചിന്തിച്ചു. നമ്മൾ പെന്തിക്കോസുകാരല്ലേ? അല്ലേ? അനവധി നിരവധി പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടതിന് ശേഷം.
അതാണ് അനന്തരം. അപ്പൊ അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്തപ്പോൾ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഈ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില പാഠങ്ങളാണ് ഈ ഖണ്ഡികയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ആത്മാവ് നിറഞ്ഞ് ബലപ്പെട്ട് പാട്ടുപാടി ശക്തിപ്പെട്ടെങ്കിലും അത് കഴിയുമ്പോൾ വെള്ളമില്ലാത്ത ചില വരണ്ട അനുഭവങ്ങളിൽ കൂടി ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടി വരും. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി ചിന്തിച്ചാൽ വെള്ളത്തിനകത്തൂടാ യാത്ര ചെയ്തത്. ഇപ്പം വന്നിരിക്കുന്നത് ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലത്താണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. വെള്ളത്തിനടിയിൽ കൂടെ ചെങ്കടലിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്ത് വന്നവരാ. പാട്ടുപാടി ആത്മാവിൽ ബലപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലത്ത് വന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങൾ സഭയിൽ വന്ന് ആത്മാവിൽ ബലപ്പെട്ട് ആരാധിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം. ഈ ദിവസങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ വന്ന് ആത്മാവിൽ ബലപ്പെട്ട് കർത്തദാസന്മാർ, ക്ഷണിക്കപ്പെട്ട കർത്തദാസന്മാർ കൂടി വചനവും ആത്മാവിലെ ദൂതും കേട്ട് അയവറക്കി പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചില പ്രതിസന്ധികൾ കൂടി പോയെന്നും വരാം. പക്ഷേ അതിൻ്റെ നടുവിലും നിങ്ങളെ പുലർത്തുവാൻ, നമ്മെ പുലർത്തുവാൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ ഈ ആത്മാവിൽ പാട്ടുപാടി ബലപ്പെട്ട ഇവരെത്തിയത് വെള്ളമില്ലാത്ത ശൂർ മരുഭൂമി. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3-ാമത്തെ ദിവസം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നു. നോക്കിയപ്പം വെള്ളം കണ്ടു. ഈ തൊണ്ട വരണ്ട് ഉണങ്ങിയ ഇവര് ഓടി വന്ന് ആർത്തിയോടെ വെള്ളം കോരി വായിലൊഴിച്ചു. പക്ഷേ ഇറക്കാൻ പറ്റുന്നില്ല, കയ്പുള്ള വെള്ളം. ഇത് നമ്മുടെ മരുഭൂമി യാത്രയിൽ സംഭവിക്കുന്ന വിഷയങ്ങളിൽ വേറൊരു കാര്യമാണ്. വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ പറ്റുന്നില്ല. ആർത്തിയോടെ കോരി വായിലൊഴിച്ചു, പക്ഷെ അതിഭയങ്കരമായ കയ്പ് വെള്ളം വായി പോയാൽ പിന്നെ അത് തുപ്പിക്കളയും. എന്നാലും ഊറി വരുന്ന ഉമിനീരൂടെ കഴിക്കും. അപ്പം പിന്നെ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. കുറച്ച് നാളം കിട്ടുകാന്നെ കവളയെ കൊണ്ടേച്ച് കുലുക്കി ഒഴിഞ്ഞ്, നിങ്ങൾ പ്രായമുള്ളവരെങ്കിലും പറ, ഊറി വരുന്ന ഉമിനീരൂടെ കഴിക്കുക. പിന്നെ അത് പോകാൻ ചില നല്ല വെള്ളം കിട്ടുകാനെ വായിലോട്ട് ഒഴിച്ച് കുലുക്കി ഒഴിഞ്ഞ്, അതിനുമില്ല വെള്ളം. ഊറി വരുന്ന ഉമിനീരൂടെ കഴിച്ച് നിൽക്കുക. ഇത് ജീവിതത്തിൽ സംഭവിക്കാം. സ്തോത്രം. ഊറി വരുന്ന ഉമിനീരൂടെ കഴിച്ച് നിൽക്കുന്ന മേഖലകളിൽ കൂടി ഞാൻ നിങ്ങളും പോയെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വെള്ളം കുടിക്കാനില്ലാതെ മാറയുടെ അനുഭവങ്ങളിൽ വന്നു. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാറായുടെ അനുഭവങ്ങളിൽ വരുമ്പോൾ നിന്നെ നശിപ്പിക്കുന്ന ദൈവമല്ല, പ്രാർത്ഥനയോടെ, സഹിഷ്ണുതയോടെ, പ്രത്യാശയോടെ കാത്തിരുന്നാൽ ആ മാറായെ ദൈവം അവതരിപ്പിച്ചു തരും. ഇവർ ഈ മാറയുടെ മധ്യത്തിൽ പിറുപിറുത്തു, നിലവിളിച്ചു, പ്രശ്നമുണ്ടാക്കി. ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ മാറായുടെ അനുഭവങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ പിറുപിറുക്കരുത്. സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം, നല്ലതുപോലെ സ്തോത്രം ചെയ്യണം. അപ്പൊ ഇവര് പിറുപിറുത്ത്. പക്ഷെ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മാറയുടെ മധ്യത്തിൽ, ഈ പിറുപിറുപ്പിന്റെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം മോശയ്ക്കൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതിനകത്തെ ആത്മീയ പാഠം, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ വെപ്രാളപ്പെടരുത്, സ്തോത്രം, വിപ്രതി കാട്ടരുത്. സഹിഷ്ണുതയോടെ, പ്രത്യാശയോടെ ആ വിഷയങ്ങൾ വെച്ച് ദൈവപാഠപ്പെടുത്തിരിക്കുമ്പോൾ വിഷയം കൈയേക്കും. സ്തോത്രം. എന്നാൽ നമ്മൾ പറയാം, കമ്മിറ്റി, അടിയന്തര കമ്മിറ്റി കൂടി വെള്ളമില്ല, ജനമില്ല, മിക്കവാറും ചാകാൻ സാധ്യത ഉണ്ട്. ചോദിച്ച് കുപ്പിവെള്ളം പരിചയമുള്ളവരെ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് കിട്ടിയ അത്ര 10 പേരെങ്കിലും രക്ഷപ്പെടുന്നേ, രക്ഷപ്പെടും. അതിനൊരു കമ്മിറ്റി, അതാ കുപ്പി കമ്മിറ്റി. വെള്ളം കൊണ്ടുവരാൻ, കുപ്പിവെള്ളം കൊണ്ടുവരാൻ അതിന് കമ്മിറ്റി, കുപ്പി കമ്മിറ്റി.
ഒന്ന് കുപ്പി കമ്മിറ്റി കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ആൾക്കാരും കുടുംബക്കാരും നിൽക്കുന്നിടത്ത് ആദ്യത്തിൽ ലോഡിറങ്ങി. വണ്ടി ഇങ്ങോട്ട് വിട്ടപ്പോൾ അവരുടെ ആൾക്കാർ ചിറ്റാര ടൗണിൽ നിൽക്കുന്നു. എന്നാൽ ഈ ലോഡ് ഇവിടോട്ട് ഇറക്കാൻ ചാട്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതൊക്കെയാ മനുഷ്യന്റെ രീതി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഒരെണ്ണം പോലും പട്ടുപോകാതെ സകല എണ്ണത്തിനും തൃപ്തി വരുത്തുവാൻ ദൈവം കാഴ്ചപ്പാട് തരും. ദൈവം നിനക്ക് വെളിപ്പാട് തരും. ഈ മാരകയുടെ മധ്യത്തിൽ ഇവര് പിറുപിറുത്ത് ശരിയാ. പക്ഷെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര് സഭയ്ക്കകത്ത് എഴുന്നേക്കണം. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരല്ല. പിന്നെയോ ഇന്നിപ്പോ പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുക. എന്താണ് പ്രാർത്ഥന? നമ്മുടെ സബ്ജക്റ്റാണ് എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്നാൽ മതി പോരെ. എങ്ങനെയും സന്തോഷിച്ചിരിക്കാം, സങ്കടപ്പെട്ടിരിക്കാം, അരിശം കയറിയിരിക്കാം, ഉഴപ്പിയിരിക്കാം, അലക്ഷ്യമായിട്ടിരിക്കാം, പ്രസാദമില്ലാതിരിക്കാം, പ്രസാദത്തോടെ എങ്ങനെയും വന്നിരുന്നാൽ മതി. സ്തോത്രം. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെ ഇരിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെ ഇരിക്കരുത്? എന്താണ് പ്രാർത്ഥനയുടെ ഗ്രീക്ക്? പ്രാർത്ഥനയുടെ എന്താണ് ഇതിന്റെ മൂലഭാഷ? അത് പഠിക്കരുതെന്നോ പറയരുതെന്നോ അല്ല എൻ്റെ വിഷയം. അതിലുപരി നീ 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. 10 മിനിറ്റ് മുഴങ്കാലൊന്ന് ഇരുന്നേ. ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കിക്കേ. നിന്റെ പ്രശ്നത്തിന് ദൈവം തീർപ്പ് തരുമെന്ന്, നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം ഉണ്ടാക്കി തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാക്കുന്നവനാ ദൈവം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിനക്ക് തരികയല്ല. ചില സഹോദരിമാർ പറയുന്നത് ഞാൻ കണ്ടിട്ട്, എൻ്റെ മാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച്. അമ്മാമ്മ കേട്ടിട്ടില്ലേ അങ്ങനെ ചില ആൾക്കാർ പറയുന്നേ? എന്നെ നോക്കിയ അമ്മാമ്മേ, കേട്ടിട്ടില്ലേ അങ്ങനെ ചെല്ലി പറയുന്നേ? ഉണ്ട്. അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഇല്ലായിരിക്കും. അമ്മാമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒത്ത് എന്നാ പിന്നെ അമ്മാമ്മയെ തന്നെ വിട്ടു പോവാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദോഷവും സത്യം പറഞ്ഞല്ലോ. അതാ സ്തോത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വൈതരണകളും വരുമ്പോൾ മനുഷ്യരാ പറഞ്ഞു പോകും. എൻ്റെ മാസ്റ്ററെ ഞാനായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ച്. ഇനി പറയുന്ന അമ്മാമ്മ പറഞ്ഞെന്ന് ഞാൻ പറയുകയല്ല, ചിലര് പറയും ഇങ്ങേരുടെ കൂടെ. എന്നാലും അത് കേട്ട് വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയുടെ കയറി സൂസമേ വളവുണ്ട്, ചിലപ്പോൾ ഞാൻ സ്പീഡ് വിട്ടെന്നിരിക്കും, വീശി എടുത്തെന്നിരിക്കും, ഉരുണ്ട് വീടുന്ന. എന്നാ പറ്റി? എന്നാ ഈ ഫ്രണ്ട് വന്നിരുന്ന ഇങ്ങനെ ഇരിക്കാവും. ദൈവത്തിന് മഹത്വം. ചില സ്ത്രീകളെ അങ്ങനെ ഞാൻ കുറ്റം പറയല്ല. ജീവിതത്തിന്റെ സ്ത്രീകളല്ലേ, ബലഹീന മാത്രമാ, പറഞ്ഞു പോകും. അത് മഹാപാപമാണെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ പാസ്റ്ററെ ഞാനായതുകൊണ്ട് അതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ ഞാൻ മറുപടി തരട്ടെ വേണ്ടേ? ആ, അമ്മാമ്മയുടെ പേരെന്നാ? സൂസമ്മ. അച്ചായം വന്നിട്ടുണ്ടോ? എന്തിയേ? ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നോട് നിങ്ങൾ രണ്ടും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ അനേകർക്ക് അത് ഗുണമാകും. അപ്പം നമുക്ക് 3 പേർ കൊണ്ടൊരു ധാരണ നിൽക്കാം ഇന്ന്. എന്നാ? ഓക്കെ, കൊടുകൈ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. സൂസമ്മാമ അങ്ങ് പറയാന്ന് വെച്ചോ, എൻ്റെ പാസ്റ്ററെ ഞാൻ ഒരുത്തി ആയതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച. അച്ഛൻ്റെ പേരിന് രാജനച്ചായൻ്റെ കൂടെ നിൽക്കുന്നത് അറിയാമോ? ഞാൻ സൂസമ്മയോട് പറയാം, സൂസമ്മ ഇതെല്ലാം സഹിക്കുമെന്നും വഹിക്കുമെന്നും ഇത് അനുഭവിക്കുവാൻ അമ്മ പ്രാപ്തിയുണ്ടെന്നും കഴിവുണ്ടെന്നും സഹിഷ്ണുത കൊണ്ടെന്നും ദൈവം തമ്പുരാന് സൂസമ്മയെ പറ്റി നല്ലതുപോലെ ബോധ്യമുള്ളത് കൊണ്ടാ രാജനെ സൂസമ്മയുടെ കയ്യിൽ തന്നെ തന്നത്. നമ്മുടെ പേരന മിനിയുടെ തന്ന ഒക്കത്തില്ല. പേരന രാജനെ ഓമനയുടെ തന്നാലും ഞെക്കിക്കൊല്ലും. സൂസമ്മയുടെ കൈ കിട്ടിയത് കൊണ്ടാ
മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ നല്ല പാഠം എടുക്കണം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ദൈവം നിനക്ക് തരികയില്ല. നിന്റെ ദൈവം വിശ്വസ്തനാ. Praise the Lord. പറ്റാത്ത ദൈവം തരത്തില്ല. നിന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത ദൈവം തരത്തില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. ഞാനത് പറഞ്ഞപ്പോൾ എടുത്തൊന്ന് വെക്കണ്ടേ, എന്നാലും വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ആ കണ്ണിലേക്ക് തൊട്ട് മുമ്പിൽ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നമുക്ക് നടക്കാത്ത ഒന്നും ദൈവം തരികയില്ല, തരത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്, നമുക്ക് നേരിട്ടിട്ടില്ല. സ്തോത്രം. ചില പറഞ്ഞു, അയ്യോ ആ പുള്ളിക്കാരി എങ്ങനെ ഇത് സഹിക്കുന്നു. പുള്ളിക്കാരി സഹിക്കുമെന്ന് ദൈവത്തിനറിയാം. അയ്യോ ആ പുള്ളിക്കാരൻ എങ്ങനെ ഇത്, പുള്ളിക്കാരനത് സഹിക്കുമെന്ന് ദൈവത്തിന്, നിനക്കറിയത്തില്ല, ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. ഇത് ആർക്ക് എന്തോ കൊടുക്കണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അവിടുന്ന് ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവനാ. നിനക്ക് ഇന്ന കഴിവുണ്ടെന്ന്, ഇന്ന പ്രാപ്തിയുള്ളെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എനിക്ക് നിങ്ങളെ ചൊവ്വനറിയാമല്ല, നിങ്ങൾക്ക് എന്നെ അറിയാമല്ല. എന്നെ നിങ്ങളെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുത ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ ഈ പരിജ്ഞാനം. അറിയുന്നൊരു ദൈവമുണ്ട്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക്, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും തരികയില്ല, ആർക്കും തരത്തില്ല. നിങ്ങളുടെ പ്രാപ്തി ദൈവത്തിനറിയാം. എത്ര കിലോഗ്രാം ഭാരം വഹിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് അതേ തരുള്ളൂ. അതിൽ ഒരു ഗ്രാം കൂടുതൽ തരികയില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ മേലാത്തതുകൊണ്ട് കുറേയേറെ കിലോ അങ്ങ് തലയിലോട്ട് വെച്ച് കൊടുക്കും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല, കൃത്യമാണ് തരുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക്. അടുത്തത് ദൈവം വിശ്വസ്തൻ. ദൈവം എൻ്റെ മറുഭാഗം എന്ന് പറഞ്ഞേ. നമ്മളും എല്ലാവരും വിശ്വസ്തരാണ്. എല്ലാം വിശ്വസ്തരായ ഒരു 3 പേര് ഇവിടെ കൈപോക്കുക എന്ന് ഞാൻ ഇനി പ്രസംഗിക്കും.
ഞാൻ പ്രസംഗിക്കാം. ദൈവം മാത്രം വിശ്വസ്തൻ. ഞാനും നിങ്ങളും സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അവിശ്വസ്തരാ. എന്നാൽ വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, സർവജ്ഞനായ ദൈവം. അവിടുന്ന് വാക്ക് മാറ്റുകയല്ല. അവിടുന്ന് അരുളി ചെയ്തതല്ലേ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും വന്ന. അല്ലാതെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കാണുകയല്ല, നീ തന്നെ മാനേജ് ചെയ്തോണം. നല്ല അന്തരീക്ഷത്തിലെല്ലാം ഞാൻ കൂടെ നിൽക്കും. എന്തെങ്കിലും ഒരു തട്ടുകേടെന്ന് കണ്ടാൽ ഞാൻ കാണുകയല്ല, തന്നെ കൈകാര്യം ചെയ്തോണം. അങ്ങനെ എല്ലാ നാളും